അപ്പൊ കത്രിക്കയും കോഴിമുട്ടയും വെച്ചിട്ട് ഇത് അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ടൊരു 3 കത്രിക എടുത്തിട്ടുണ്ട്. ചിലരൊക്കെ വഴുതനങ്ങാന്നും പറയാറുണ്ട്. അതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റൗവിൽ ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 5ഓളം വെളുത്തുള്ളി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞുകൊണ്ട് കൂട്ടിയിട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കുക. പിന്നെ ഒരു സവാള അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് മൊത്തത്തിൽ ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴന്നാൽ പിന്നെ ഒന്നും പറയാനില്ല. അതിലേക്ക് വഴുതനങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറഞ്ഞ തീയിൽ ഒരു 10 മിനിറ്റോളം വേവിച്ചെടുത്തോളി. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചുരണ്ടെടുത്തുകൊണ്ട് ഇട്ട് കൊടുക്കുക. അതുകൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുത്തോളി ആ തേങ്ങ ഒന്ന് വെന്തിട്ടാണ്. പിന്നെ ഇതിന്റെ സെന്റർ ഇതേപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒരു 3 കോഴിമുട്ട ഇതേപോലെ പൊട്ടിച്ചാണ് പറഞ്ഞോളി. കോഴിമുട്ടക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഒരു നുള്ളിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ചിക്കി എടുക്കുക. കോഴിമുട്ടൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നാൽ ഇതെല്ലാം പാടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. അപ്പൊ ചോറിന് സൈഡ് ഡിഷ് ആയിട്ടുള്ള നല്ലൊരു വിഭവം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ലൈക്ക് തന്നോളി കേട്ടോ.